ഒരു സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ആൾരൂപമായിരുന്നു സഖാവ് പുഷ്പൻ. 3 ദശകത്തോളം അനങ്ങാൻ കഴിയാതെ കിടക്കയിൽ കിടക്കുമ്പോഴും തൻ്റെ ആത്മവിശ്വാസത്തിലും അതോടൊപ്പം തന്നെ പാർട്ടിയോടുള്ള പ്രതിബദ്ധതയിലും ഒരു തരത്തിലുള്ള ഇളക്കവും തട്ടാതിരുന്നു എന്നതാണ് ഏറ്റവും സവിശേഷമായ ഘടകം. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുമ്പോഴാണ് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടക്കുന്നത്. 5 സഖാക്കളെ നഷ്ടപ്പെട്ടു. പുഷ്പൻ ജീവിക്കും രക്തസാക്ഷിയായി മാറി. മരിച്ചുപോയവർക്കൊരു സ്മാരകം മതിയാകും, എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് ചെയ്യും എന്ന ചോദ്യം കവി ചോദിച്ചതുപോലെ ആ ചോദ്യത്തിന് പ്രസ്ഥാനവും പുഷ്പനും ചേർന്ന് നൽകിയിട്ടുള്ള ഉത്തരമുണ്ട്. പുഷ്പൻ നിരന്തരം എല്ലാ വിപ്ലവകാരികൾക്കും അവിടെ ചെന്ന് കാണുന്നവർക്കെല്ലാം എല്ലാവർക്കും ഊർജം പകർന്നുകൊണ്ടേയിരുന്നു. പുഷ്പനെ പലതവണ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം വലിയ ആത്മവിശ്വാസത്തോടെ പ്രസ്ഥാനത്തെക്കുറിച്ചും മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഒരിക്കലും മറക്കാൻ കഴിയാത്ത പോരാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് സഖാവ് പുഷ്പൻ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് റെഡ് സല്യൂട്ട് നൽകുന്നു.